ഹലോ, വെൽക്കം ടു മൈ ചാനൽ abcd5. ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. ഇന്ന് നല്ലൊരു സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത്. ആലിസ് ഇൻ വണ്ടർലാൻഡ്. മിക്കവാറും പേര് ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്നുകൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ സ്റ്റോറി ഒന്ന് കേൾക്കാം. അപ്പോൾ ലൂയിസ് കാരൽ ആണ് ഇതിൻ്റെ ഓതർ. ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഓതർ ലൂയിസ് കാരൽ. ഈ കഥ കേൾക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സെൻറ്റൻസും അതുപോലെ പുതിയ വേർഡ്സൊക്കെ കഥയിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ പാർട്ടായിട്ടാണ് ഞാൻ ഈ കഥ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ പാർട്ടും മുടങ്ങാതെ കാണാം. അതിലൂടെ നമുക്ക് ഒരുപാട് സെൻറ്റൻസും ഒരുപാട് വേർഡ്സും പഠിക്കാൻ പറ്റും. പിന്നെ വിഷ്വലൈസേഷൻ എന്നുള്ള മറ്റൊരു വീഡിയോയും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കഥയും ഒരു ദിവസം വിഷ്വലൈസേഷനുമായിട്ട് നിങ്ങൾ കണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് പെട്ടെന്ന് ഫ്ലുവൻ്റ് ആകാൻ കഴിയും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ആലിസ് വാസ് ഗെറ്റിംഗ് വെരി ബോർഡ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഹെർ സിസ്റ്റർ ഓൺ ദ റിവർ ബാങ്ക് വിത്ത് നത്തിങ് ടു ഡു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം മുഴുവനായിട്ട് ആദ്യം നോക്കാം, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. നദീതീരത്ത് ഒന്നും ചെയ്യാനില്ലാതെ ആലിസ് അവളുടെ സഹോദരിയുടെ അരികിൽ വളരെയധികം ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയൊക്കെയാണെന്ന് ഒന്നുകൂടെ വിശദീകരിച്ച് ഞാൻ പറയാം. ആലിസ് വാസ് ഗെറ്റിംഗ് വെരി ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസ് വളരെയധികം ബോറടിച്ചിരിക്കുകയായിരുന്നു. ആലിസ് വാസ് ഗെറ്റിംഗ് വെരി ബോർഡ്, വളരെയധികം ബോറടിക്കുകയായിരുന്നു. അപ്പോൾ ആലിസ് വാസ് ഗെറ്റിംഗ് വെരി ബോർഡ് സിറ്റിംഗ്, വളരെയധികം ബോറടിച്ചിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ടു ഹെർ സിസ്റ്റർ, അവളുടെ സഹോദരിയുടെ അടുത്ത്. ഓൺ ദ റിവർ ബാങ്ക്, അതായത് നദീതീരത്ത്. ഓൺ ദ റിവർ ബാങ്ക്, നദീതീരത്ത്. വിത്ത് നത്തിങ് ടു ഡു. നത്തിങ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. വിത്ത് നത്തിങ് ടു ഡു, ഒന്നും ചെയ്യാനില്ലാതെ. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ സിസ്റ്റേഴ്സ് ബുക്ക് എ ഫ്യൂ ടൈംസ് ബട്ട് ഇറ്റ് ഹാഡ് നോ പിക്ചേഴ്സ് ഓർ കോൺവെർസേഷൻസ്. അവൾ സഹോദരിയുടെ ബുക്കിലേക്ക് കുറച്ച് സമയം നോക്കി, എന്നാൽ അതിൽ ചിത്രങ്ങളോ സംഭാഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ സിസ്റ്റേഴ്സ് ബുക്ക്. ഷീ ലുക്ക്ഡ് അറ്റ്, അവൾ നോക്കി. ലുക്ക് എന്ന ആ ഒരു വേർബ് വെക്കുമ്പോൾ ഒപ്പം അറ്റ് കൂടെ വെക്കണം, എന്നാലാണ് നോക്കി എന്നുള്ള ആ ഒരു സെൻറ്റൻസ് പൂർത്തിയാവുള്ളൂ. അത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു നിയമമാണ്. ലുക്കിനൊപ്പം അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ വെക്കണം. ഷീ ലുക്ക്ഡ് അറ്റ്, അവൾ നോക്കി. എന്താണ് അവൾ നോക്കിയത്? ഹെർ സിസ്റ്റേഴ്സ് ബുക്ക്, അവളുടെ സഹോദരിയുടെ ബുക്ക്. എ ഫ്യൂ ടൈംസ്, കുറച്ച് സമയം. അപ്പോൾ കുറച്ച് സമയം അവൾ അവളുടെ സഹോദരിയുടെ ബുക്ക് നോക്കി. ബട്ട്, എന്നാൽ. ഇറ്റ് ഹാഡ് നോ, അതിലുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാഡ് നോ, അതിലുണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല? പിക്ചേഴ്സ് ഓർ കോൺവെർസേഷൻസ്, ചിത്രങ്ങളും സംഭാഷണങ്ങളും. ഇറ്റ് ഹാഡ് നോ പിക്ചേഴ്സ് ഓർ കോൺവെർസേഷൻസ്, അതിൽ ചിത്രങ്ങളോ സംഭാഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. ആലിസ് തോട്ട്, ആലിസ് ചിന്തിച്ചു. വാട്ട് ഗുഡ് ഈസ് എ ബുക്ക് വിത്തൗട്ട് പിക്ചേഴ്സ് ഓർ ടോക്സ്. ആലിസ് ചിന്തിച്ചു, ചിത്രങ്ങളോ സംഭാഷണങ്ങളോ ഇല്ലാതെ എത്ര നല്ല ബുക്ക്. അപ്പോൾ ആലിസ് തോട്ട്, ആലിസ് ചിന്തിച്ചു. വാട്ട് ഗുഡ് ഈസ് എ ബുക്ക്, എത്ര നല്ല ബുക്ക്. വിത്തൗട്ട് പിക്ചേഴ്സ് ഓർ ടോക്സ്, ചിത്രങ്ങളോ സംഭാഷണങ്ങളും ഇല്ലാതെ. വിത്തൗട്ട്, ഇല്ലാതെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എത്ര നല്ല ബുക്ക്. നമുക്ക് ഇഷ്ടപ്പെടാതെ ആകുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഓ എത്ര നല്ല കാര്യം, അങ്ങനെ പറയുമല്ലോ. അതുപോലെയാണ് ചിത്രങ്ങളും സംഭാഷണങ്ങളും ഇല്ലാതെ വാട്ട് ഗുഡ് ഈസ് എ ബുക്ക്, എത്ര നല്ല ബുക്ക്. ഷീ തോട്ട് അബൌട്ട് മേക്കിംഗ് എ ഡെയ്സി ചെയിൻ ബട്ട് ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് ഷീ ഫെൽറ്റ് സ്ലീപ്പി ആൻഡ് സില്ലി. ഒരു ഡെയ്സി ചെയിൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു, എന്നാൽ അത് ചൂടായിരുന്നു. കൂടാതെ അവൾക്ക് മടുപ്പും മണ്ടത്തരവുമായി തോന്നി. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? എബൌട്ട് മേക്കിംഗ്, ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. എബൌട്ട്, കുറിച്ച്. എബൌട്ട് മേക്കിംഗ്, ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. എന്തുണ്ടാക്കുന്നതിനെക്കുറിച്ച്? എ ഡെയ്സി ചെയിൻ, ഒരു ഡെയ്സി ചെയിൻ. ഡെയ്സി ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെയിൻ, കണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന അങ്ങനെയുള്ള ചെയിനെയാണ് ഡെയ്സി ചെയിൻ എന്ന് പറയുന്നത്. പൂക്കളും കമ്പുകളൊക്കെ വെച്ച് നമ്മൾ ഈ മാല പോലെ ഉണ്ടാക്കുമല്ലോ, അതാണ് ഡെയ്സി ചെയിൻ. ഒരു ഡെയ്സി ചെയിൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു. ബട്ട്, എന്നാൽ. ഇറ്റ് വാസ് ഹോട്ട്, അത് ചൂടായിരുന്നു. ആൻഡ് ഷീ ഫെൽറ്റ് സ്ലീപ്പി ആൻഡ് സില്ലി. ആൻഡ് എന്ന് ഇവിടെ വെച്ചിട്ടുള്ളത് കൂടാതെ. ഷീ ഫെൽറ്റ്, അവൾക്ക് തോന്നി. അവൾക്ക് എന്താണ് തോന്നിയത്? സ്ലീപ്പി ആൻഡ് സില്ലി. സ്ലീപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നതിനെ കുറിച്ച് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് മടുപ്പ് തോന്നിയെന്നാണ്. മടുപ്പും അതിനൊപ്പം പിന്നെ എന്താ തോന്നിയത്? സില്ലി, മണ്ടത്തരവും. അതായത് അവൾക്ക് ഇപ്പോൾ തോന്നിയ ആ ഐഡിയ മടുപ്പും മണ്ടത്തരവുമായി തോന്നി. സഡൻലി എ വൈറ്റ് റാബിറ്റ് വിത്ത് പിങ്ക് ഐസ് റാൻ പാസ്റ്റ് ഹെർ. പെട്ടെന്ന് പിങ്ക് കണ്ണുകളുള്ള ഒരു വെളുത്ത മുയൽ അവളെ പിറകിലാക്കി ഓടി. സഡൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്. എ വൈറ്റ് റാബിറ്റ് വിത്ത് പിങ്ക് ഐസ്, അതൊരൊറ്റ വേർഡായിട്ട് നിങ്ങൾക്ക് തോന്നണം. അതായത് എ വൈറ്റ് റാബിറ്റ്, ഒരു വെളുത്ത മുയൽ. വിത്ത് പിങ്ക് ഐസ്, പിങ്ക് കണ്ണുകളുള്ള. അപ്പോൾ പിങ്ക് കണ്ണുകളുള്ള ഒരു വൈറ്റ് റാബിറ്റ് പെട്ടെന്ന്. സഡൻലി എ വൈറ്റ് റാബിറ്റ് വിത്ത് പിങ്ക് ഐസ് റാൻ പാസ്റ്റ് ഹെർ. റാൻ പാസ്റ്റ് ഹെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പിറകിലാക്കി ഓടി എന്നാണ്. ഇനി അവളുടെ അരികിലൂടെ ഓടി എന്നുള്ളതിനും നമുക്ക് റാൻ പാസ്റ്റ് ഹെർ എന്ന് പറയാം. ആലിസ് ഡിഡിൻ തിങ്ക് ഇറ്റ് വാസ് സ്ട്രേഞ്ച് വെൻ ഷീ ഹേർഡ് ദ റാബിറ്റ് സേ, ഓ ഡിയർ, ഐ ആം ഗോയിങ് ടു ബി ലേറ്റ്. ഓ ഡിയർ, ഞാൻ വൈകാൻ പോകുന്നു എന്ന് മുയൽ പറയുന്നത് കേട്ടപ്പോൾ അവൾക്കത് വിചിത്രമായി തോന്നിയില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക,
ആലിസ് ഡിഡിൻ തിങ്ക് ഇറ്റ് വാസ് സ്ട്രേഞ്ച്. ആലിസ് ഡിഡിൻ തിങ്ക്, അവൾക്ക് തോന്നിയില്ല, ആലിസിന് തോന്നിയില്ല. എന്താണ് തോന്നാതിരുന്നത്? ഇറ്റ് വാസ് സ്ട്രേഞ്ച്, അതൊരു വിചിത്രമാണെന്ന്, അത് വിചിത്രമാണെന്ന് ആലിസ് ഡിഡിൻ തിങ്ക്, ആലിസിന് തോന്നിയില്ല. വെൻ ഷീ ഹേർഡ്, അവൾ കേട്ടപ്പോൾ. എന്ത് കേട്ടപ്പോൾ? ദ റാബിറ്റ് സേ, ഒരു മുയൽ പറയുന്നത് വെൻ ഷീ ഹേർഡ്, അവൾ കേട്ടപ്പോൾ. വെൻ എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ്. കേട്ടപ്പോൾ, വെൻ ഹേർഡ് കേട്ടപ്പോൾ, വെൻ ഷീ ഹേർഡ് അവൾ കേട്ടപ്പോൾ. ദ റാബിറ്റ് സേ, ഒരു മുയൽ പറയുന്നത്. എന്താണ് മുയൽ പറഞ്ഞത്? ഓ ഡിയർ, ഓ ഡിയർ, ഓ ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓ പ്രിയപ്പെട്ടത്. ഐ ആം ഗോയിങ് ടു ബി ലേറ്റ്, ഞാൻ വൈകാൻ പോകുന്നു. ഓ ഡിയർ ഐ ആം ഗോയിങ് ടു ബി ലേറ്റ്, ഞാൻ വൈകാൻ പോകുന്നു എന്ന് ഒരു മുയൽ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് വിചിത്രമായി തോന്നിയില്ല. ഷീ ഓൺലി റിയലൈസ്ഡ് ലേറ്റർ ദാറ്റ് ഇറ്റ് വാസ് അൺയൂഷ്വൽ, അത് അസാധാരണമാണെന്ന് അവൾ പിന്നീട് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഷീ ഓൺലി റിയലൈസ്ഡ് ലേറ്റർ. അപ്പോൾ ഇവിടെ മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഓൺലി ഉപയോഗിക്കുന്നത്. ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട്, റിയലൈസ്ഡ് ബോധ്യപ്പെടുക എന്നും തിരിച്ചറിയുക എന്നും അർത്ഥമുണ്ട്. ഷീ ഓൺലി റിയലൈസ്ഡ് ലേറ്റർ, അവൾ പിന്നീട് മാത്രമാണ് തിരിച്ചറിഞ്ഞത്. എന്താണ് തിരിച്ചറിഞ്ഞത്? അതാണ് ദാറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത്. ദാറ്റ് ഇറ്റ് വാസ് അൺയൂഷ്വൽ, ഇത് അൺയൂഷ്വൽ ആയിരുന്നു, അല്ലെങ്കിൽ ഇത് പതിവില്ലാത്തതായിരുന്നു, ഇത് അസാധാരണമാണെന്ന് അവൾക്ക് തോന്നിയത്, അവൾ തിരിച്ചറിഞ്ഞത് പിന്നീട് മാത്രമാണ്. But when the rabbit took out a watch from its pocket, Alice was surprised because she had never seen a rabbit with a pockets or a watch before. But when the rabbit took out, എന്നാൽ when the rabbit took out, rabbit പുറത്തെടുത്തപ്പോൾ, ഇവിടെ when അപ്പോൾ, rabbit took out പുറത്തെടുത്തപ്പോൾ, എന്താണ് പുറത്തെടുത്തത്? എ വാച്ച്, ഒരു വാച്ച് പുറത്തെടുത്തപ്പോൾ. എവിടെ നിന്നാണ് വാച്ച് പുറത്തെടുത്തത്? ഫ്രം ഇറ്റ്സ് പോക്കറ്റ്, അതിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വാച്ച് പുറത്തെടുത്തപ്പോൾ. ആലിസ് വാസ് സർപ്രൈസ്ഡ്, ആലിസ് സർപ്രൈസ്ഡ് ആയി, ആലിസ് ആകെ അമ്പരന്നു പോയി. ആലിസ് വാസ് സർപ്രൈസ്ഡ്, അമ്പരന്നു പോയി. ബിക്കോസ്, കാരണം, ഷീ ഹാഡ് നെവർ സീൻ, അവൾ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എ റാബിറ്റ്, ഒരു റാബിറ്റ് വിത്ത് പോക്കറ്റ്സ് ഓർ എ വാച്ച്, റാബിറ്റ് ഒരു പോക്കറ്റും വാച്ചൊക്കെയുള്ള ഒരു റാബിറ്റിനെ. ബിഫോർ, മുമ്പ് ഒരിക്കലും. ഷീ ഹാഡ് നെവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും. ഷീ ഹാഡ് നെവർ സീൻ ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത്? എ റാബിറ്റ് വിത്ത് പോക്കറ്റ്സ് ഓർ വാച്ച്, ഒരു മുയലിനെ, പോക്കറ്റ്സും വാച്ചുമുള്ള ഒരു മുയലിനെ മുമ്പൊരിക്കലും അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷീ വാസ് വെരി ക്യൂരിയസ് ആൻഡ് റാൻ ആഫ്റ്റർ ഇറ്റ് ടു സീ വേർ ഇറ്റ് വെൻറ്റ്. ഷീ വാസ് വെരി ക്യൂരിയസ്, അവൾ വളരെ ക്യൂരിയസ് ആയി, അതായത് അവൾക്ക് വളരെ കൗതുകമായി. അപ്പോൾ കൗതുകമാവുകയും, ആൻഡ് റാൻ ആഫ്റ്റർ ഇറ്റ്, അതിന് പിറകിലായി ഓടി, ടു സീ കാണാൻ, വേർ ഇറ്റ് വെൻറ്റ്, അത് പോകുന്നത് എവിടേക്കെന്ന് കാണാൻ, അത് പോകുന്നത് എവിടേക്കെന്ന് അറിയാൻ. റാൻ ആഫ്റ്റർ ഇറ്റ്, അവൾ അതിൻ്റെ പുറകിലായി ഓടി. ടു സീ കാണാൻ, വേർ ഇറ്റ് വെൻറ്റ്, അത് എവിടേക്കാണ് പോകുന്നതെന്ന്, വേർ ഇറ്റ് വെൻറ്റ്, എവിടേക്കാണ് പോകുന്നതെന്ന് കാണാൻ അതിന് പിറകിലായി അവൾ ഓടി. ദ റാബിറ്റ് ഡിസപ്പിയേർഡ് ഇൻ ടു എ ബിഗ് ഹോൾ അണ്ടർ എ ഹെഡ്ജ്. ഒരു വേലിക്ക് താഴെയുള്ള ഒരു വലിയ ദ്വാരത്തിലേക്ക് മുയൽ അപ്രത്യക്ഷമായി. ദ റാബിറ്റ്, ആ മുയൽ, ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമാവുക. ഡിസപ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവുക. ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായി. ഇൻ ടു എ ബിഗ് ഹോൾ, ഒരു ബിഗ് ഹാളിലേക്ക്, ഒരു വലിയ ദ്വാരത്തിലേക്ക്. അണ്ടർ എ ഹെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേലി എന്നാണ് അർത്ഥം. അതായത് വേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിച്ചെടികളും അതുപോലെ അങ്ങനെ ചില ചെടികളൊക്കെ കൊണ്ട് ഒരു വേലി തീർക്കുമല്ലോ, അങ്ങനെയുള്ള വേലിയാണ് ഹെഡ്ജ് എന്ന് പറയുന്നത്. ഒരു അണ്ടർ എ ഹെഡ്ജ്, ഒരു ഹെഡ്ജിന് താഴെ, അതായത് ഒരു വേലിക്ക് താഴെയുള്ള ഒരു ബിഗ് ഹാളിലേക്ക്. ഇൻ ടു എ ബിഗ് ഹാൾ, ഒരു വലിയ ദ്വാരത്തിലേക്ക്. ദ റാബിറ്റ് ഡിസപ്പിയർഡ്, മുയൽ അപ്രത്യക്ഷമായി. ആലിസ് ഫോളോഡ് ഇറ്റ് വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ഹൗ ഷീ വുഡ് ഗെറ്റ് ഔട്ട് അഗെയിൻ. ഇനി എങ്ങനെ പുറത്തിറങ്ങുമെന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ ആലിസ് അതിനെ പിന്തുടർന്നു. ആലിസ് ഫോളോഡ് ഇറ്റ്, ആലിസ് അതിനെ പിന്തുടർന്നു. എന്തിനെ? മുയലിനെ. ആ മുയലിനെ എന്നുള്ളതിന് ഇവിടെ പ്രോനൗൺ ആയിട്ട് ഇറ്റ് എന്ന് വെച്ചിട്ടുള്ളതാണ്. ആലിസ് ഫോളോഡ് ഇറ്റ്, ആലിസ് അതിനെ പിന്തുടർന്നു. ഫോളോ, പിന്തുടർന്നു. വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ. എബൌട്ട്, എന്തിനെക്കുറിച്ച്, ഹൗ ഷീ വുഡ് ഗെറ്റ് ഔട്ട് അഗെയിൻ, എങ്ങനെ, ഷീ വുഡ് ഗെറ്റ് ഔട്ട്, എങ്ങനെ പുറത്തിറങ്ങും എന്നതിനെക്കുറിച്ച്. എബൌട്ട് ഹൗ ഷീ വുഡ് ഗെറ്റ് ഔട്ട്, എങ്ങനെ പുറത്തിറങ്ങും. എഗെയിൻ, ഇനി എങ്ങനെ പുറത്തിറങ്ങും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആലിസ് അതിനെ പിന്തുടർന്നു. ദ റാബിറ്റ് ഹോൾ വെൻ സ്ട്രേറ്റ് ഫോർ എ വൈൽ, ദെൻ സഡൻലി ഡ്രോപ്പ് ഡൗൺ. ദ റാബിറ്റ് ഹോൾ, അതായത് മുയൽദ്വാരം എന്ന് പറയുന്നത് മുയൽ ഇപ്പോൾ പോയ ആ ദ്വാരത്തിന് കഥയിൽ മുയൽദ്വാരം, അതായത് റാബിറ്റ് ഹോൾ എന്നൊരു പേര് കൊടുത്തിട്ടുള്ളതാണ്. ദ റാബിറ്റ് ഹോൾ വെൻ സ്ട്രൈറ്റ്, നേരെ പോയി. ഗോ സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പോകൂ. അപ്പോൾ വെൻ സ്ട്രൈറ്റ്, നേരെ പോയി. ഫോർ എ വൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നേരെ പോയി. ദെൻ, പിന്നെ
സഡൻലി ഡ്രോപ്പ് ഡൗൺ. ദെൻ പിന്നെ സഡൻലി പെട്ടെന്ന് ഡ്രോപ്പ് ഡൗൺ താഴേക്ക് വീണു. ദെൻ സഡൻലി ഡ്രോപ്പ് ഡൗൺ പിന്നെ പെട്ടെന്ന് താഴേക്ക് വീണു. ആലിസ് ഡിഡിൻ ഹാവ് ടൈം ടു സ്റ്റോപ്പ് ഹെർ സെൽഫ് ആൻഡ് ഫെൽ ഡൗൺ എ ഡീപ്പ് വെൽ. ആലിസിന് സ്വയം നിർത്താൻ സമയം കിട്ടിയില്ല, കൂടാതെ അവൾ ആഴത്തിലുള്ള കിണറ്റിൽ വീണു. ആലിസ് ഡിഡിൻ ഹാവ് ടൈം ടു സ്റ്റോപ്പ് ഹെർ സെൽഫ്. ആലിസ് ഡിഡിൻ ഹാവ് ടൈം, ആലിസിന് സമയം കിട്ടിയില്ല. എന്തിനാ സമയം കിട്ടാത്തത്? ടു സ്റ്റോപ്പ് ഹെർ സെൽഫ്, സ്വയം നിർത്താൻ. ഹെർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ സ്വയം ടു സ്റ്റോപ്പ് നിർത്താൻ സമയം കിട്ടിയില്ല ആലിസിന്. ഡിഡിൻ ഹാവ് ടൈം, ആലിസിന് സമയമില്ലായിരുന്നു, സമയം കിട്ടിയില്ല. ആൻഡ് കൂടാതെ ഫെൽ ഡൗൺ വീണു. എങ്ങോട്ടാ വീണത്? എ ഡീപ്പ് വെൽ, ആഴത്തിലുള്ള കിണറ്റിൽ അവൾ വീണു. അപ്പോൾ ഈ കഥയിലെ കുറച്ച് സെൻറ്റൻസും വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഥ ഇതുവരെ ഇവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ കഥ നന്നായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇതിൽ കിട്ടിയിട്ടുള്ള വേർഡ്സും അതുപോലെ കിട്ടിയിട്ടുള്ള സെൻസൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. അതിനെക്കുറിച്ച് വേറെ വേർഡ്സോ വേറെ സെൻസൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പുതിയ സെൻറ്റൻസും വേർഡ്സൊക്കെ പഠിക്കാൻ ഇത് നല്ലൊരു ടെക്നിക്കാണ്. ഈ സ്റ്റോറി വായിക്കുക, ആ സ്റ്റോറിയിലൂടെ നമുക്ക് ഒരുപാട് വേർഡ്സും സെൻസൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.